ഇപ്പോൾ ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസിനൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കാസ്, ഇപ്പോഴിതാ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിയിൽ കടുത്ത നിലപാട് തന്നെയാണ് വിതരണക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്ത സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. 158 കോടി രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ പലപ്പോഴായി ചർച്ചകളിലൊക്കെ ഇടം പിടിക്കാറുണ്ട്. ഇതും ഇപ്പോഴിതാ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി ആരോഗ്യവകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? നിലവിലെ ഇത്രയധികം പൈസ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇന്ന് സർക്കാരിനുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന രണ്ട് നിലപാടുകൾ എന്ന് പറയുന്നത്, ഒന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയെ തളർത്താൻ, ആരോഗ്യ മേഖലയിൽ വരുന്ന ചെറിയ ചെറിയ പെശകുകൾ എല്ലാം ഊതി വീർപ്പിച്ച് കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് മുമ്പിൽ തന്നെ അപഹാസ്യമായ നിലയിലാണെന്നും ഏറ്റവും മോശമായ രീതിയിലാണ് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള നരേഷൻസ് കേരളത്തിൽ പതിവായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 8-9 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അതിനെ ആ രീതിയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് കോടാനുകോടികൾ മുടക്കി ശസ്ത്രക്രിയ ഉപകരണങ്ങളും മരുന്നുകളൊക്കെ സർക്കാർ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറെ പണങ്ങളൊക്കെ പെൻഡിംഗ് ആയി വരുന്നത് സ്വാഭാവികമാണ്. അത് ലോകവ്യാപകമായിട്ട് തന്നെ അങ്ങനെ തന്നെയാണ്. ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആരോഗ്യ മേഖല ഇന്ന് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. കാരണം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പുതിയ പുതിയ അപ്ഡേഷൻസ് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കീർണമായ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആണെന്നില്ല. പക്ഷെ അതിനെ വക്രീകരിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ തന്നെ അഭിമാന സംഭവമായിരിക്കുന്ന രാജ്യത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്, കേരളത്തിനോട് ശത്രുതയോടെ കാണുന്ന കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ മേഖലയ്ക്ക് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച്, ഒന്നാം സ്ഥാനത്ത് എത്തിയതിനെ കുറിച്ചൊക്കെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ട് ലോകത്തിലും നിരവധി രാജ്യങ്ങളിലെ അവസ്ഥകളുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രികളെ, വികസിത രാജ്യങ്ങളിൽ തന്നെ ആരോഗ്യ മേഖലകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ താരതമ്യം ചെയ്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വാനോളം, അതായത് കൃത്യമായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് മാതൃകയായി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഊതി കുറിപ്പിച്ച് ആയിരക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിൽ രോഗികളെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് രോഗികളെ കിട്ടാത്ത അവസ്ഥയിൽ അവർക്ക് സംഭാവന ചെയ്യാൻ കേരള ഗവൺമെന്റ് ആശുപത്രികളിലെ ഇഴുത്തി കാണിക്കുന്ന ഒരു പതിവാണ്. ഇവിടെ ഒരു കാര്യം കറക്റ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. കുടിശ്ശികൾ കൊടുത്തു തീർക്കണം, കുടിശ്ശിക കുടിശ്ശിക കൊടുക്കാനുണ്ട് തങ്ങൾ മരുന്ന് വിതരണം ചെയ്യാനെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ 10-12 തവണ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാൻ സാധിച്ചു. ഇതൊക്കെ വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മാത്രം പെരുപ്പിച്ച് കാണിച്ച് ഈ മേഖലയെ ഇഴുത്തി കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയട്ടെ. പക്ഷെ ഇത് 1-2 ദിവസത്തെ കണക്കുകളല്ല ശ്രീ റെജി ലൂക്കോസ് ഇവർ പറയുന്നത്. കാരണം പലപ്പോഴായി സർക്കാരും പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിതരണക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയൊക്കെ ഫലം കാണാതെ വരികയും തങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക പരിഗണിക്കുമ്പോൾ നാളിതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചത് തുച്ഛമായ പണമാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട്. കണക്കുകളും അവരുടെ കയ്യിലുണ്ട്. കേരളത്തിലെ സ്വതന്ത്ര കേരള രൂപം കൊണ്ടിട്ട് തന്നെ ഏതാണ്ട് 8 വർഷമാകുവാണ്. ഈ 7 വർഷത്തിനുള്ളിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഈ ഇനിയിപ്പോ 7 വർഷമൊന്നും പോകണ്ട, കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തുച്ഛമായ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലൂടെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള വാർത്തകൾ വരും. കുടിശ്ശിക കൊടുക്കാൻ ബാധ്യസ്ഥമാണ് ഗവൺമെന്റ്, കാരണം അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടാതെ. പക്ഷേ ഓക്കെ, താങ്കൾ പറയുന്നത് ശരിയാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു മാറ്റം മാത്രമാണെങ്കിൽ വിതരണക്കാർ ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ അവർ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു ബദൽ മാർഗം എന്താണുള്ളത്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം ബദൽ മാർഗം എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് ഉപകരണങ്ങളും ഏത് സെഗ്മെന്റിൽ വിതരണം ചെയ്താൽ കുടിശ്ശികകൾ കുറച്ച് ക്രെഡിറ്റ്സ് ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ തങ്ങൾ ഇതെല്ലാം തിരിച്ചെടുക്കുമെന്ന് ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഭീഷണിയുടെ സ്വരത്തിൽ അവർക്ക് പണം കിട്ടാൻ പറ്റും. ഞാൻ അവർക്ക് പൈസ കിട്ടുന്നതിനെതിരല്ല ആളല്ല. കാരണം ഏത് ബിസിനസ് നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അത് വിതരണക്കാരുടെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് നോക്കിയ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ പൈസ പെൻഡിങ്ങിലുള്ള എമൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കേരള സർക്കാർ പർച്ചേസ് ചെയ്ത് പെൻഡിങ്ങിലുള്ള എമൗണ്ടിനേക്കാൾ ഭീമമായ ഇരട്ടിയാണ്. അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള മാത്രം ഇപ്പൊ 150 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. എത്രയോ കോടികൾ, ഏതാണ്ട് 7000 കോടി രൂപയുടെ മരുന്ന് ഒരു വർഷം ഈ കൊച്ചു കേരളത്തിൽ സൗജന്യമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാത്രമല്ല, പുട്ടുസൂചി മുതൽ തുന്നൽ ഉപകരണങ്ങൾ മുതൽ ഹാർട്ട് സർജറി വരെയുള്ള മറ്റു പല സർജറികൾ വരെയുള്ള എക്യുപ്മെന്റ്സ് സർക്കാർ വാങ്ങിക്കുന്നുണ്ട്. അതിൽ 157 രൂപ കുടിശ്ശിക എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ നോട്ടം നോക്കും ഭീമമാണെങ്കിൽ അത്ര ഭീമമൊന്നുമല്ല. സ്വകാര്യ മേഖലകളിൽ വരുന്ന കുടിശ്ശികൾ പല ഉപകരണ സപ്ലൈസും സ്വകാര്യ മേഖലകളിലേക്ക് സപ്ലൈസ് നിർത്തിയിട്ടുണ്ട്. അത് വേറെ മാർഗം നോക്കും. പക്ഷെ ഗവൺമെന്റ് അതല്ല.
ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഇത്തരം ചെറിയ അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ അവർക്ക് പൈസ പെൻഡിങ് ഉള്ളതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതില്ല. അതിനോട് ന്യായീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട ജീവൻ മരുന്ന് രക്ഷാമരുന്നുകളും ഉപകരണങ്ങളുമാണ്. പക്ഷെ ഇതിനെ മാത്രം പെരുപ്പിച്ച് കാട്ടി ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് ഞാൻ ചുരുക്കി പറയാം. കഴിഞ്ഞ കുറെ ഒരു 1-2 വർഷമായിട്ട് മെഡിക്കൽ മേഖലയിൽ സംസ്ഥാന മെഡിക്കൽ സംവിധാനത്തിന് എതിരെ വാർത്തകൾ ചമയ്ക്കാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? അതിന്റെ പേരിൽ ഏതെങ്കിലും രോഗി സ്വകാര്യ മേഖലകളിലേക്ക് പോയിട്ടുണ്ടോ? പോകത്തില്ല. കാരണം അവർ അനുഭവിച്ചു വരുന്നതാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വരെയുള്ള A to Z കാറ്റഗറിയിലുള്ള പൊതുസമൂഹം അവന്റെ രോഗവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് കിട്ടുന്ന ശുശ്രൂഷകള്, മെഡിസിനുകളൊക്കെ അവർ നേരിട്ടറിയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ 100 രൂപ മുടക്കുമ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ 0 പേയ്മെന്റ് ആണ്. ഈ ലോകത്തിൽ എവിടെയെങ്കിലും മെഡിക്കൽ സംവിധാനമുണ്ട്? ഞാൻ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ നിങ്ങൾ പോയാൽ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങൾ എടുക്കും. ഒരു പല്ല് പറിക്കണമെങ്കിൽ തന്നെ എടുക്കും 2-3 മാസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ എങ്ങനെ രാവിലെ വണ്ടി എടുത്താൽ അല്ലെങ്കിൽ നടന്നോ ഒരു ആശുപത്രിയിൽ ചെന്നാൽ, അത് സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾക്ക് OP ടിക്കറ്റ് എടുത്താൽ ഡോക്ടറെ കാണാൻ നിങ്ങളുടെ രോഗത്തിന് കൃത്യമായ രീതിയിലുള്ള പരിചരണം കിട്ടും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഈ മേഖലയെ തകർക്കാനായിട്ട് ഏതോ ഒരു ലോബി ശ്രമിക്കുന്നതിന് അനുകൂലമായിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ, വാർത്തകൾ കൊടുക്കുന്നതിന് നമ്മൾ നിശ്ചയിക്കുന്നില്ല. മാധ്യമങ്ങൾ അവയർനെസ്സോട് ഈ വാർത്തകൾ കൊടുക്കണം. എങ്കിലെയുള്ള തിരുത്തൽ ശക്തികളായിട്ട് ഗവൺമെന്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. വിമർശനങ്ങൾ അനിവാര്യമാണ്. പക്ഷെ ഇത് മാത്രം ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആരെ സഹായിക്കാനാണെന്നുള്ള നമ്മൾ ആലോചിക്കണം. പാവപ്പെട്ട രോഗികളുടെ അടിയാധാരം വരെ പണയപ്പെടുത്തി അവന്റെ രോഗത്തിന്, പനി മുതൽ മറ്റെന്ത് അസുഖത്തിനും എവിടെയെങ്കിലും സ്വകാര്യ ആശുപത്രി ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത് അവർ അതിന്റെ കൂട്ടുപലിശ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും. അപ്പൊ അതിലേക്ക് നയിക്കാതെ കണ്ട് ക്രിയാത്മകമായി പ്രതികരിക്കുക. വാർത്തകൾ കൊടുക്കണമെന്നും തെറ്റൊന്നുമില്ല. സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. മാധ്യമങ്ങളോട് ഇല്ല എങ്കിൽ പക്ഷേ ഒരു കാര്യം, ഇതിന്റെ ഒരു നിജസ്ഥിതി, അതിൽ എന്തെങ്കിലും ഈ ഒരു താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ അത്തരത്തിലൊരു തെറ്റുകുറ്റങ്ങൾ വരാത്ത ഒരു ഡിപ്പാർട്ട്മെന്റും ഉണ്ടാകില്ല. ചെറിയ ചെറിയ കുടിശ്ശികളൊക്കെ ആണെങ്കിൽ അത് തീർക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ആശങ്ക വരുമ്പോൾ അത് ജനങ്ങൾക്കിടയിലും ഏറെ ചർച്ചയാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കാർഡിയോളജി, യൂറോളജി വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങുക എന്ന് പറയുന്നത് ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. താങ്കൾ പറഞ്ഞതുപോലെ OP ടിക്കറ്റിന്റെ വില കുറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മറ്റു വലിയ വലിയ ചികിത്സകളും മാറ്റം വരുത്തിയില്ലെങ്കിൽ സാധാരണക്കാരൊക്കെ കുടുംബം വിറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് മാറും. ഈ ഒരു മനോനിലയാണ് നമ്മൾ മാറ്റേണ്ടത്. ഞാൻ OP ടിക്കറ്റിന്റെ പൈസയുടെ കാര്യമില്ല പറഞ്ഞു. OP ടിക്കറ്റിന് ഒരു കാശ് കൊടുക്കാതെ കണ്ട് 0 പേയ്മെന്റിലാണ് ചികിത്സിച്ച് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മനസ്സിലാക്കേണ്ട വസ്തുത. ഇങ്ങനെയുള്ള ആശങ്കാജനകമായ അവസ്ഥയൊന്നും കേരളത്തിലില്ല. കേരളത്തിലെ ജനങ്ങളൊന്നും അത് ബോധർ ചെയ്യത്തില്ല. ഈ പറയുന്ന വാർത്തകൾക്കൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കത്തില്ല. അവൻ നിത്യവും ആശ്രയിക്കുന്നതാണ് ഗവൺമെന്റ് ആശുപത്രികൾ. അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രികളെ ഇകഴ്ത്തി കാണിച്ച് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നേടിയെടുത്ത നേട്ടങ്ങളെ 1-2 വാർത്തകളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്ത് സ്വകാര്യ ലോബിക്ക് വേണ്ടിയിട്ട് അവരുടെ ആശുപത്രികളിലേക്ക് വീട് പണയം വെച്ച് പോകേണ്ട സാഹചര്യമൊന്നും ഇവിടുത്തെ മലയാളികൾ ഉണ്ടാകത്തില്ല. അവരത് അംഗീകരിക്കത്തില്ല. കാരണം അവർ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആശ്രയിക്കുന്ന 3 ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വാർത്തകൾ കൊടുത്തതിന്റെ പേരിലൊന്നും ഹൃദയ ശസ്ത്രക്രിയക്ക് മുടങ്ങും. അതുകൊണ്ട് താൻ ഇനി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി അവിടെ പൈസ മുടക്കി തന്റെ ജീവിതം നശിപ്പിക്കാമെന്ന് ഒരു മലയാളി ചിന്തിക്കത്തില്ല. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ പടി കയറുന്നത് നാണക്കേടായി. ആ നാണക്കേട് വിചാരിച്ചെടുത്ത് സർക്കാർ ആശുപത്രിക്ക് പോകണേ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് അത് വിജയകരമായി പൂർത്തീകരിച്ചത്. പക്ഷേ പല സ്ഥലത്തും നമുക്ക് ഇപ്പോഴും അറിയാം, ബിന്ദു എന്ന പേര് ആരും മറക്കില്ല. ഇല്ല, ബിന്ദുവിന് സംഭവിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 ശുചിമുറികൾ ഇടിഞ്ഞു വീണപ്പോൾ അതിൽ ആ നിർഭാഗ്യവതിയ സ്ത്രീ അകപ്പെട്ടു പോയി. ഇതൊന്നും ഒരു ലോക ചരിത്രത്തിലെ ആദ്യത്തെ മഹാത്ഭുതമൊന്നുമില്ല. അതിന് സർക്കാർ കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അല്ല, കേരളത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെ, അതൊരു തർക്കമില്ല. പക്ഷെ ആ ഒരു ചെറിയ സംഭവം ഒരു കേരളത്തിൽ വാർത്ത എന്തുകൊണ്ടാ? കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകത്തോണ്ടാ. അപ്പൊ അതിന്റെ പേരിൽ ഒരു മെഡിക്കൽ സംവിധാനത്തെ മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം കൂടെ ചോദിക്കുന്നുള്ളൂ. യുപിയിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന BJPയുടെ യുപിയിൽ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് 686 പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചു ഓക്സിജൻ കിട്ടാതെ കൊണ്ട്. 686. ഇവിടുത്തെ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കാര്യമായ രീതിയിലുള്ള വിഷമമുണ്ടായോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാവും. അത് നല്ലതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കേരളം അത്രയ്ക്ക് എന്തായാലും വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.